ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 24 കൊടിയേറി ഏപ്രിൽ 2 സമാപിക്കും. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് മഹോത്സവം 2025 മാർച്ച് മാസം 24-ാം തീയതി കൊടികയറി 2025 ഏപ്രിൽ മാസം 1-ാം തീയതി വടക്ക് ചെരുവാര തിരുവുത്സവത്തോടും അതുപോലെ തന്നെ 2025 ഏപ്രിൽ മാസം 2-ാം തീയതി വടക്ക് ചേരുവാര ആറാട്ട് മഹോത്സവത്തോടും കൂടി സമാപിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവ മോടിയാക്കുന്നതിനായി നിരവധി കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ വർഷം 6ഓളം കലാപരിപാടികളാണ് ഉള്ളത്. അതിൽ 6 ഗാനമേളകളും 2 നാടകം, നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, കൈകൊട്ടിക്കളി മത്സരം മുതലായ കലാപരിപാടി 2 സ്റ്റേജിലായിട്ടാണ് അണിനിരത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏപ്രിൽ 1 നടക്കുന്ന വടക്ക് ചേരുവാര തിരുവുത്സവത്തിന് നടക്കുന്ന ഗാനമേള നയിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസും 2ാം ഉത്സവ ദിവസമായ തെക്ക് ചേരുവാര മഹോത്സവ ദിവസം ഗാനമേള നയിക്കുന്നത് സുപ്രസിദ്ധ പിന്നണി ഗായിക ജോത്സനയാണ്. ഇത്തവണ ഇരു ചേരുവാരങ്ങളും 5 ആനകളെ അണിനിരത്തിക്കൊണ്ടാണ് ശ്രീബലി നടത്തുന്നത്. ഈ 5 ആനകളും കേരള വനനിയമം അനുസരിച്ച് ഉള്ള ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ആന എഴുന്നള്ളിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ടീമെല്ലാം ഈ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിനുണ്ടാകും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ക്ഷേത്ര സമിതിയും ചേരുവാരവും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം ചിക്കര വഴിപാടും അമ്പലത്തിലുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടും ക്ഷേത്ര സമിതിയും അതിൻ്റെ പ്രത്യേകം സബ് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ചിക്കര വഴിപാടിന് വിദേശ രാജ്യത്തു നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പങ്കെടുക്കും. 10 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് മാർച്ച് 24 വൈകിട്ട് 7:15-നും 8-നും മധ്യേ തന്ത്രി ജിതിൻ ഗോപാലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടക്കും. വടക്ക് ചേരുവാര ഉത്സവം നടക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയും തെക്ക് ചേരുവാര മഹോത്സവം ഏപ്രിൽ മാസം 2-ാം തീയതിയുമാണ് നടക്കുന്നത്. 1-ാം തീയതി ആറാട്ടിനെ എത്തിച്ചേരുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരിൽ ഒരാളായ തൃക്കടവൂർ ശിവരാജും, തെക്ക് ചേരുവാര എഴുന്നള്ളിപ്പിനെ എത്തിച്ചേരുന്നത് ഗുരുവായൂർ നന്ദനുമാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങ് ചിക്കര വഴിപാടാണ്. കൊടിയേറ്റിൻ്റെ അന്ന് കുട്ടികൾ വൈകുന്നേരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും 10 ദിനരാത്രങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അത് ചിക്കര വലത്ത്, അതായത് പ്രാധാന്യമുള്ളതാണ് ചിക്കര വലത്ത്. മറ്റ് ക്ഷേത്രങ്ങളിലെ ഈ ചിക്കര വഴിപാടുണ്ടെങ്കിലും കണ്ടമംഗലം ക്ഷേത്രത്തിലെ ചിക്കര വഴിപാട് കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങ് മാതിരിയാണ് കണ്ടമംഗലത്ത് നടക്കുന്നത്. കുട്ടികൾ ദേവിയുടെ പ്രതിരൂപങ്ങളായി അവർ ആവശ്യമായ എല്ലാവിധ മേക്കപ്പും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്ത് ദേവി രൂപങ്ങളായും മറ്റ് ദൈവങ്ങളുടെ എല്ലാം രൂപങ്ങളിലുമാണ് അവർ ഇതിൽ പങ്കെടുക്കുന്നത്, ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നത്. ആ ചിക്കരവലത്ത് കാണുവാൻ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുമെല്ലാം തന്നെ ചിക്കര വഴിപാട് നടത്തുന്നവരുണ്ട്. കൊല്ലം, എറണാകുളം, ആലപ്പുഴ അതുപോലെ തൃശ്ശൂർ സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ചിക്കര കുട്ടികൾ വഴിപാടായി കണ്ടമംഗലത്ത് എത്തിച്ചേരും. എല്ലാവിധ ക്രമീകരണങ്ങളും ഏതാണ്ട് ഒരു പരിധിവരെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അന്നദാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ നമ്മളുടെ നിയമങ്ങൾക്ക് അനുശാസിക്കുന്ന വിധമാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. ചിക്കര വഴിപാടിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ നമുക്ക് ഒരുപാട് ഭക്തർ ഇത്തവണ രസീത് എഴുതി കഴിഞ്ഞു. നമുക്ക് അവിടെ ഇത്തവണ ചിക്കര എത്തണം, എൻ്റെ മോളെ ചിക്കര എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്നും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇത്തവണ ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പരമപ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ യാഗം തന്നെയാണ്. ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം. ആ യാഗം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് മിക്ക ദിവസങ്ങളിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭക്തരും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ചിക്കനേക്ക് വിദേശത്തു നിന്നും ആൾക്കാർ